ഞാനിപ്പോ ഉണ്ടാക്കാൻ പോണത് ഫ്രൈ. വെള്ളത്തിലാ ഫ്രൈ ഉണ്ടാക്കും. ഞാൻ അങ്ങനെയൊക്കെ ഫ്രൈ ഉണ്ടാക്കും. അമ്മ ഈ എല്ലൊക്കെ കളയോ? ഞാൻ അടിച്ച ആവശ്യം. അല്ല എവളിത് ആരുടെ ചോദിച്ചിട്ട് ഇളം തേങ്ങയെല്ലാം വെട്ടി വാരി ഇട്ടേക്കണം? ഇതെല്ലാം കിടന്ന് ഇല്ലാതായി പോവില്ലേ? അങ്ങോട്ട് ചെല്ലിട്ട്. ഓ ഉച്ചയിൽ വെയിലടിക്കുന്നത് വരെ കിടന്നുറങ്ങിയിട്ട് ഇപ്പം എണീറ്റ് അടിച്ചു വാരാൻ നിൽക്കണേ. നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടല്ലേ പോയത്, തെങ്ങ് കയറാൻ ആൾ വരണമെങ്കിൽ ഞാൻ വന്നിട്ട് മതിയെന്ന്. ഈ ഇളം തേങ്ങയെല്ലാം വെട്ടി വാരി ഇട്ടേക്കണത് ഞാൻ നോക്കിയില്ല. നോക്കിയില്ലേ? ഒട്ടത്തര അല്ലാതെ കാണിക്കൂല. രാവിലെ നല്ല കലിപ്പിലാണല്ലോ. എന്താ കാര്യം? വാസന്തിയാളോട് മിണ്ടിയില്ലേ? ഇല്ല. വെറുതെ അല്ല കലിപ്പ്. കയ്യിലിരിപ്പോട്ടാ. അവര് മിണ്ടിയില്ലെങ്കിൽ അവരോട് പോയി മിണ്ടിയാലെന്താ? ഞാൻ അങ്ങോട്ട് ഇന്നിപ്പോ മിണ്ടാൻ പോണ്, അറിഞ്ഞില്ലല്ല. വെറുതെ അല്ല. അവളെ പൊങ്ങച്ച അവളയിലിരിക്കും. എന്നിട്ട് എന്നെ നെഞ്ചത്ത്. പിന്നെ അല്ലാതെ. കൊള്ളാം കൊള്ളാം. ഞാനിവിടെ എന്റെ പാടും നോക്കി പണിയെടുത്തോണ്ടിരിക്കാതെ ചുമ്മാ എന്റെ നെഞ്ചത്ത്.
ഞാൻ നേരത്തെ വഴക്ക് കേട്ടതുകൊണ്ട് ഇതിനെക്കുറിച്ച് ചോദിക്കാൻ വിട്ടു. ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? ഇത് മറ്റേ മുകളിലത്തെ വീട്ടിലെ അവരെ പിള്ളേർ മൂന്നാർ എവിടെയൊക്കെ പോയിരുന്നു, അവിടുന്ന് കൊണ്ടുവന്നത്. ആ അപ്പൊ ആ വഴി വന്നപ്പോ അമ്മായിക്ക് തന്നു വിട്ടാ? ഓ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇത് കൈ പിടിച്ചോളെന്ന് പറഞ്ഞു തന്നു. ഞാനിങ്ങി മേടിച്ചോണ്ട് പോരുകയും ചെയ്തു. നല്ല മധുരമുള്ളവരുണ്ടോ? അറ്റമായി തിന്നട്ടമ്മായി കൈ പിടിച്ചോണ്ടിരിക്കണോ? ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് കയറ്റു. ഒന്ന് കഴിയിട്ട് ആദ്യം ക്യാരറ്റ് കഴിക്കണം, അത് കഴിഞ്ഞിട്ട് നല്ല ഓറഞ്ച് കഴിക്കണം. ഞാൻ ഈ ഓറഞ്ച് കഴിച്ചിട്ടേ. ഈ കെമിക്കലൊന്നും അടിക്കാത്ത ഈ സാധനം തിന്നാനായിട്ട് ഒരു പ്രത്യേക ഒരു സന്തോഷമായിരിക്കും അല്ലേ? എനിക്ക് എപ്പോൾ ക്യാരറ്റ് തിന്നുമ്പോഴും മുയലിന് ഓർമ്മ വരും. നീ മുയലിന്റെ ചാച്ചിയല്ലേ? ഇതിന്റെ ഇല വെച്ചിട്ട് തോരൻ വെക്കും. അതവരും പറഞ്ഞ്. ഞാൻ ശകല ഇല എടുത്ത് കടിച്ച് ചെറിയൊരു കാർപ്പുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട് ഊറ്റിയിട്ട് എങ്ങാനും ആയിരിക്കും. നിറയെ ഉള്ളിയൊക്കെ ചേർത്തിട്ടേ അങ്ങനെ ആയിരിക്കും. ഇത് മാത്രമായിരിക്കില്ല. എൻ്റെ മോളെ, പച്ച ഇല എടുത്ത് തിന്നാ കഴിക്കാണ്ടിരിക്കുവോ? കയ്പല്ല, ഒരു കമർപ്പ്. അത് തന്നെ. ഏതിപ്പം നമ്മുടെ മുള്ളൻ ചീര ആണെങ്കിലും സാധാ ചീരയാണെങ്കിലും ചുമന്ന ചീര ആണെങ്കിലും ഏത് ചീര ആണെങ്കിലും വെറുതെ എടുത്ത് തിന്നാൽ ടേസ്റ്റ് ഉണ്ടാ. അത് കറി വയ്ക്കുമ്പോഴേ ടേസ്റ്റ് പറഞ്ഞത്. കുറെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് തോരൻ വെക്കാറ്. ഇത്രയും പോരെ? ആർക്ക് തയ്ക്കാനാ? എനിക്ക് മൂക്കി മടപ്പിക്കാൻ പോലും ഉണ്ടാവല്ലോ. രണ്ടും കൂടെ കഴിച്ചോട്ടെ. എന്നുണ്ട്? കൊള്ളത്തില്ല. ഇതാണ് ശരിക്കും കഴിക്കണത്. ഇതൊരു കൊമരി മുയലും ഇതൊരു വയസ്സ മുയലും. മുയല് മൂത്തത്. അത് അമ്മായി. മുയല് മൂത്തതാണ് അമ്മായി. ഞാനല്ലേ ഇത്. ഞാൻ ഒരു വയസ്സ മുയല്. കൊമേരി എന്ന് വെച്ചാ ചെറുപ്പക്കാരി. ഓക്കെ. കൊമേരി എന്ന് പറഞ്ഞാൽ മലയാളമാണോ തമിഴാണോ? മലയാളം. ആദ്യമായിട്ട് കേൾക്കണം. തുറച്ചാ അമ്മായിയുടെ കൊതി. ഓ, ഞാൻ ഈ കഴിച്ചുകൊണ്ടിരിക്കണേ, എനിക്ക് അതിനിടയ്ക്ക് കൊതി. അന്ന് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഡ്രാഗൺ ഫ്രൂട്ട് കളഞ്ഞിട്ട് എന്റെ കൊതിയാണെന്നൊക്കെ പറഞ്ഞു. നീ അതിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഇപ്പൊ അതിൽ നോക്കിക്കൊണ്ടിരുന്നു. ഇവര് വേണ്ടെന്ന് പറഞ്ഞെങ്കിൽ അതും കൂടെ എനിക്ക് മെഴുകായിരുന്നല്ലോ മനസ്സിൽ വിചാരിച്ചു. എൻ്റെ വേറെ ഉണ്ടായിരുന്നു. വേറെ ഉണ്ടായിരുന്നു, പക്ഷെ അതായിരുന്നു നല്ല ടേസ്റ്റ് ഉള്ളത്. താഴെ കളഞ്ഞതാ. ഇത് ഇഷ്ടപ്പെട്ട മതി. കൊള്ളാം. കൊഴുന്നു പോലെ ഇരിക്കണം അല്ലേ? പോയാലോ? ഓ, എൻ്റെ ഓറഞ്ച് ഞാൻ അതോട്ടു കഴിച്ചില്ലേ അത്? ഞാൻ എൻ്റെ ഇടയ്ക്ക് ക്യാരറ്റ് കഴിച്ചു. അമ്മായി, എനിക്കൊരു കാര്യം ചെയ്തു തന്നെ. ഈ ഞണ്ടൊന്ന് ചതച്ചു തരുമോ? ചതയ്ക്കാനോ? പാവം ചെയ്യാനാണോ? കൊന്ന പവൻ തിന്നാ തരുന്ന. ചതച്ചോ? പോരെ? ഓക്കെ. ഞാൻ അടുത്തത് ഇട്ടോ. അയ്യാ അമ്മേ, പറ്റണില്ല. മുള്ളുള്ളതുകൊണ്ട് കുറച്ചുകൂടെ ചതച്ചാ നന്നായിരുന്നു. തന്നെ
ഉണ്ടായിരിക്കാം. ആ കല്ലൊന്ന് പൊക്കിയ കല്ലൊന്ന് പൊക്കിയേ. പിടി പറഞ്ഞില്ലേ? എന്താ ഒന്നും പൊട്ടിക്കണ്ടേ? പൊട്ടിക്കണം. വലുതായിട്ടോ ലാസ്റ്റ് ഇടാന്ന് വിചാരിച്ചിട്ടാ. അത് മറ്റേലോട്ട് ഇടാലോ. ഓക്കേ. അമ്മായി നീ സ്നാക്സ് എടുത്ത് വെച്ചോ. അപ്പോഴേക്കും ഞാൻ വരാം. ഞാൻ പോട്ടെ. പൊയ്ക്കോ. അപ്പോഴേക്കും ഞാനേ അരയ്ക്കാൻ വേണ്ടിയുള്ള കൂട്ടെടുത്ത് വെച്ചേക്കട്ടെ. മഞ്ഞപ്പൊടി, കുരുമുളക്, ജീരകം, ഉലുവ, കായം, തക്കാളി, 2 തക്കാളി, മല്ലിച്ചീരകം. രണ്ടിനും 2 പ്രത്യേകതയോ? എന്ത്? ഇത് ലൈറ്റ് കളർ, അത് ഡാർക്ക് കളർ. ഇതിനെ ഞാൻ രാവിലെ കുളിപ്പിച്ച്, അതിനെ കുളിപ്പിച്ചില്ല. വളിപ്പല്ല ഉദ്ദേശിച്ചത്, വളിപ്പല്ല ഉദ്ദേശിച്ചത്. ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. ഇത് വെളുത്തിരിക്കണം, അത് കറുത്തിരിക്കണം. അത് വെള്ള ശർക്കര, ഇത് കറുത്ത ശർക്കര. പക്ഷെ എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ഇതാന്ന് തോന്നുന്നു. ഇത് കൊള്ളാം. ശബരിമലയിൽ നിന്ന് കിട്ടുന്ന എന്നെ പോലെയോ? കടിച്ചാ പൊട്ടാത്തത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഞാൻ ഇനിയിപ്പോൾ പോകണമല്ലോ, ഞാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇത് നല്ല സോഫ്റ്റ് ഉണ്ടോ? രണ്ടും കൊള്ളമായി. നോക്കിയേ, ഇതെടുത്തോ? അതാണ് ഞാൻ ആദ്യം എടുത്തത്. ആണോ? ഇല്ലേ? എന്നാലും ഏതാ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഒന്നും അറിയാൻ പറ്റില്ലല്ലോ. മറ്റേ ഇതോ? അത് ഭയങ്കര കട്ടിയാട്ടാ. എനിക്ക് കട്ടി ഇഷ്ടമുള്ളത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എനിക്ക് കട്ടിയുള്ളതാ ഇഷ്ടം. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? എന്താ? നിനക്ക് കട്ടിയുള്ളത് കൊണ്ട്. എനിക്ക് കട്ടിയുള്ളത് കൊണ്ടൊന്നല്ല, എനിക്ക് കട്ടിയുള്ള ഉണ്ണിയപ്പമാണ് ഇഷ്ടം. അതുകൊണ്ടായിരിക്കും എനിക്ക് കട്ടിയുള്ള ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടത്. അപ്പൊ നിനക്ക് കൊഴുക്കട്ട ഇഷ്ടമുണ്ടാ? കൊഴുക്കട്ട ഇഷ്ടം. കൊഴുക്കട്ടക്കൊന്നും അത്ര കട്ടിയൊന്നും വരത്തില്ല. അയ്യോ, ഇപ്പം ഇത് ഏത് തിന്നണമെന്നുള്ള കൺഫ്യൂഷനായി. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടല്ല. കട്ടിയുള്ള കഴിക്കാം. അതെ. എനിക്ക് മതി. ഉണ്ണിയപ്പം കഴിച്ച 2 ഗുണം എന്ന് പറയുമല്ലോ. അതെനിക്കറിയില്ല. അമ്മായി ഏത് കാലത്ത് ജനിച്ചത്? അമ്മായി പുട്ടിന് 8 ഗുണമെന്നറിയാം. ഈ ഉണ്ണിയപ്പം കഴിച്ചാൽ 2 ഉണ്ണിയപ്പാണോ നെയ്യപ്പാണോ എന്ന് എനിക്കറിയത്തില്ല. ഉണ്ണിയപ്പം കഴിച്ചാൽ നെയ്യപ്പം കഴിച്ചാൽ 2 ഗുണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് നമുക്ക് ഉണ്ണിയപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാം. ബാക്കി വരുന്ന എണ്ണ നമുക്കിങ്ങനെ കയ്യിലും കാലിലൊക്കെ തേക്കാം. എന്തിനത്ര അരൂപം കാണിക്കുന്നത്? പിന്നെ ബാക്കി വന്ന് ഈ എണ്ണ ഇപ്പൊ എന്ത് ചെയ്യും? കഴുകി കളയണം. ഞാൻ എന്തായാലും തേക്കില്ല. എണ്ണയല്ലേ പിന്നെ ശർക്കര പാനിയൊന്നും അല്ലല്ലോ. പിന്നെ അല്ലാതെ മധുരമല്ലേ? ഓ പിന്നെ അപ്പൊ ഈ പഴഞ്ചൊല്ല് തെറ്റാണെന്നാണ് അമ്മായി പറയുന്നത്. ഞാൻ പറയണത് തെറ്റ് തന്നെ. അതെന്തൊരു പരിപാടിയാ? അതൊരു പരിപാടി. പഴഞ്ചൊല്ല് പിന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിട്ടാ. ആരുണ്ടാക്കി? എപ്പോ ഉണ്ടാക്കി? പറയൂ. പിന്നെ ഞാൻ വെറുതെ ഇട്ട് ഓരോ വാക്കുകൾ ഞാൻ ഉണ്ടാക്കി വെക്കണതാണോ? ഇത്രയും വയസ്സിനിടയിൽ ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. ആണോ? അതാ ഞാൻ ചോദിച്ചു അമ്മയെ ഏത് കാലത്ത് ജനിച്ചതാണ്? വയസ്സ് 76. അപ്പൊ അത് കാലം. എന്നിട്ട് ഇതൊന്നും കേട്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇല്ല. പുട്ടിനിട്ട് ഗുണമെന്ന് മാത്രം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് അത് ഞാൻ കേട്ടിട്ടില്ല. ഇല്ല. ഞാൻ വൈകിയാ ജനിച്ചത്. ഞാനുള്ള സമയത്ത് ആ പഴജോലി ഇല്ല.
ഇല്ല. എവിടെയായിരുന്നു? ഞാൻ അങ്ങനെയൊക്കെ അവിടെ കറങ്ങി നടന്നു. ഇത്ര മതിയാ? എന്ത് തക്കാളി മതി മതി. ബാക്കി കഴിച്ചു ഇത് ഞാൻ കഴിക്കട്ടോ? കഴിച്ചോ. ഇന്ന് അമ്മായി കഴിക്കാൻ പോണത് വെറൈറ്റി ആയിരിക്കും അമ്മായി. ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണേ പറ. രസം ഉണ്ട. അതിപ്പോ ഉണ്ടാക്കി. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണത് ഫ്രൈ. ഫ്രൈ. ഫ്രൈക്കാണോ ഈ വെള്ളമൊക്കെ എടുത്ത് വെച്ചത്? വെള്ളത്തിലാണ് ഫ്രൈ ഉണ്ടാക്കി. ഞാൻ അങ്ങനെയൊക്കെ ഫ്രൈ ഉണ്ടാക്കുന്നത്. എനിക്ക് അമ്മ ഇത് ചോദിക്കുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അമ്മേനോട് ചോദിച്ചത് ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോണേ. മനസ്സിലായ? ഇത് കാശ്മീരി ചില്ലിയാ, പേടിക്കണ്ട, എരിവുണ്ടാവില്ല. ഇത് കുരുമുളക്. ഇത് ഞാൻ പൊടിച്ച കുരുമുളക് പൊടിയല്ല, അത് കാരണം വലിയ എരിവുണ്ടാവത്തില്ല. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ട് ഇട്ടോളാം. ഇനിയിപ്പോ എരിവുണ്ടായാലും എനിക്കൊരു പ്രശ്നമില്ല. എന്തുപറ്റിയാവോ? എന്തുപറ്റി? ഞാൻ തലക്കടി കൊണ്ടാ? ഉപ്പ് മാത്രം കണക്കിനിടും. കണക്കിനിടണോ? ബാക്കിയൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കിയൊന്നും കുഴപ്പമില്ല. പാവച്ചോലെ കാര്യട്ടോ. ഓക്കെ, നീ എൻ്റെ ഫ്രൈ, അമ്മയ്ക്ക് ഫ്രൈ അല്ലേ ഇഷ്ടം? ഞണ്ട് ഫ്രൈ സെറ്റാക്കി തരാം കേട്ടോ. എൻ്റെ ഫ്രൈ ഒഴിക്കുകയില്ലേ? അത് ഇപ്പൊ തന്നെ എല്ലാം അറിയണോ അല്ലേ? പിന്നെ എനിക്കറിയണ്ടേ? അങ്ങനെ ഇപ്പൊ വേണ്ട. അങ്ങനെ ഇപ്പൊ ആദ്യമേ എല്ലാം അറിയണ്ട. എന്റെ സ്വഭാവം മാറ്റിക്കല്ലേ? പുകയ്ക്കണ എന്നെ. ഉപ്പുണ്ടാന്നൊക്കെ കുറവായിട്ട് എനിക്ക് തോന്നണം. ഉപ്പുണ്ട്, വേണമെങ്കിൽ സാധനം ഇട്ടു. ഞണ്ടിനുള്ളതില്ല. നല്ല എരിവ്. ഞണ്ട് പിടിക്കൂലേടോ? ഞണ്ട് കടലിൽ കിടക്കും. ഇവിടെ വന്ന് പിടിക്കണേ എങ്ങനെ? പിടിക്കും, ഞണ്ട് പിടിക്കും. ഉപ്പൊക്കെ എന്തൊക്കെ പൊടി ഞാനിട്ട് പറ. മുളക് പൊടി, ഉപ്പ് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇത്ര ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. സവാളയില്ല, ഇഞ്ചിയില്ല, വെളുത്തുള്ളിയില്ല, മല്ലിപ്പൊടിയില്ല, മസാലപ്പൊടിയില്ല, ഒന്നുമില്ല. സ്വാദ് കാണോ? കഴിച്ചു നോക്ക്. ശരി. അങ്ങനെ ഞാൻ ഞണ്ട് ഇളക്കി. ഞണ്ട് ഫ്രൈ റെഡി. വേണ്ടേ അത്?
ബാ നമുക്കിനി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും ഞണ്ട് ഇവിടെ ഫ്രൈ ആയിട്ടുണ്ടോ. ഓക്കെ ഓക്കെ. ദാ അമ്മയുടെ ഫ്രൈ റെഡി. കണ്ടാ? കണ്ടു. കണ്ടല്ല. ഇനി ആ പച്ച വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചേ. ഒഴിച്ചോ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചോ. ഒഴിക്കട്ടാ? എൻ്റെ പൊന്നെ മാളും ഒഴിച്ചോളാം. മതി. ഇതാണ് ഫ്രൈ. ഓക്കെ. എളുപ്പ പരിപാടിയല്ലേ? ഞാനില്ലാത്ത സമയത്തൊക്കെ അമ്മായിക്ക് ഉണ്ടാക്കാമല്ല. ആരുണ്ടാക്കാൻ പോണല്ലേ? അത് തന്നെ. ഓക്കെ മതി. രസം ഒഴിക്കട്ടെ? കുറച്ച് ഒഴിക്കണേ. രസം ഇയാൾക്ക് ഇഷ്ടപ്പെടും, എനിക്ക് അത്ര ഉറപ്പാ. മതി, കുറച്ച് കുറേ വേണ്ട. മതി. രസം കൊള്ളാം കേട്ടാ. ജലദോഷത്തിനൊക്കെ നല്ലതമ്മായി, അടിപൊളിയാ ഞണ്ട് രസം. എരിവും കുറവല്ലേ? ഞണ്ടിന് ഇത്തിരി എരിവ് കൂടിയോ എന്നൊരു സംശയമില്ലായില്ല. ഞാൻ നോക്കട്ടെ. അമ്മ ഈ എല്ലൊക്കെ കളയോ? അതിൻ്റെ തോടൊക്കെ കളയോ? ഞാൻ അത് ചവച്ചു. സൂപ്പർ. ഞാൻ ആകെ തൊലി കളയണം. ഞണ്ടിൻ്റെ കാലിൻ്റെ കളയും. ഇതൊക്കെ കണ്ടോ? അങ്ങനെ അങ്ങ് പോയി. അല്ല, കുരുമുളകിൻ്റെ എരിവ് തന്നെ ഇതായിട്ട് നിൽക്കണ. കുഴപ്പമില്ല അല്ലേ? ഓ എൻ്റെ പൊന്നോ, സമാധാനം. എൻ്റെ ഫ്രൈ നല്ല എളുപ്പപ്പണിയല്ലേ? എന്നാൽ ടേസ്റ്റും ഇല്ലേ? ടേസ്റ്റ് ഉണ്ട്, എളുപ്പപ്പണി. മാളുവിൻ്റെ ഫേവറേറ്റ് ആട്ടത്. ഭയങ്കര ഇഷ്ടം. അത് കളരിക്ക് വേദിക്കല്ലേ? രസത്തിലും ഞണ്ട് കഴിച്ചു നോക്കിയാ? കഴിച്ചാ കൊള്ളാവോ?